Wow. അയ്യോ വൈബ് വൈബ്. ജംബ്രോ ആശാൻ ഇപ്പോഴും പഠിച്ചില്ല. അത് എടാ അത് എന്തിനുള്ള ആൾക്കാരത് ചെയ്തോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ കുറച്ച് പഠിച്ചു, ഫുള്ളായിട്ടായിട്ട് ഒരു 75% പഠിച്ചു. അല്ല ഒരു 4-5 ചെയ്യാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച. ഇപ്രാവശ്യം നോക്കട്ടെ ബ്രോ. പ്രഷറായി. ഓട്ടോമേഷനിൽ പോയി ബ്രോ. Get in there. Yes. ബ്രോ നന്നായി. ഒന്നുപോലും ചെയ്യാൻ പറ്റാത്ത നമ്മളായിരുന്നു. Yes. നീ പക്കായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ആഴ്ച right now. India is watching us. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. മച്ചാനെ ഗുഡ് മോർണിംഗ്. നല്ല പ്രഭാതം. സൂര്യൻ ഇങ്ങനെ പൊട്ടി വിരിഞ്ഞു. ഞാനിപ്പോ ജോലിക്ക് പോവാണ്. ഇന്ന് ഞാൻ കുറച്ചൊരു വെറൈറ്റി രീതിയിൽ എടുത്തത്. നമ്മളെ പിന്നെ ബോക്സിംഗ് ചെയ്യുന്ന ആളില്ലേ, നമ്മളെ പഠിപ്പിക്കുന്ന കോച്ച് മാസ്റ്റർ. അയാള് ക്യാമറ നോക്കിട്ട് എന്തെല്ലോ കളിക്കണ്ടായിരുന്നു. എന്താണെന്നൊക്കെ അറിയില്ല, നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഗൈസ് നമ്മളിപ്പോ ജോലിക്ക് പോവാണ്. ഇപ്പൊ 6:30 സമയം. എന്താ ഓർഡർ വന്നേ? താങ്ക് യു ഗൈസ്. ഇന്ന് മിക്കവാറും നമ്മുടെ ജോലി തീരും. കാരണം എന്താ അറിയോ, ഒരു വലിയ ഓഡിറ്റർ വരുന്നുണ്ട്. ഓഡിറ്റർ വന്നിട്ട് നമ്മൾ നോക്കുന്നതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നിർത്തും. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ വേറെ ഇൻസ്പെക്ഷൻ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറും കേട്ടോ. നമ്മളോട് ആദ്യം പറഞ്ഞത് ഒരു 5 മാസത്തെ പണി ഉണ്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ 3 മാസം കംപ്ലീറ്റ് ആയി. 3 മാസം കിട്ടി. ഹാപ്പിയാണ്. നല്ലൊരു ജോലിയായിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് ആ ഓഡിറ്ററായിട്ട് സംസാരിച്ചിട്ട് പുള്ളിക്കെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പുള്ളിക്ക് അല്ല ഇനി വേണ്ട, നിങ്ങൾ വേണ്ട, കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ഇവിടുത്തെ ക്യൂസിമാർ തന്നെ ചെക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലേ ഓഫ് ആവും കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നുള്ളത്. ഇന്ന് പോയിട്ട് പറയാം. പിന്നെ അതുപോലെ ഗൈസ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞു, പക്ഷേ 250K ആയി. നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സിന് കേക്ക് മുറിച്ചോ. 2000 സബ്സ്ക്രൈബേഴ്സിന് 3000 സബ്സ്ക്രൈബേഴ്സിന് പ്രസാദിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കേക്ക് മുറിച്ചത് ആദ്യം. ഞാന് നീ അന്നേരത്തെ ഗ്രോത്ത് ഇല്ലേ, നമ്മൾ ഒരു ദിവസം നോക്കുമ്പോൾ 1000, ഓക്കെ 2000, 3000, 4000, 10,000 പുഷ്പം പോലെ അടിച്ചത്. ആ ടൈമില് നമ്മളെ കണ്ടന്റ് എല്ലാം കിടലം കണ്ടന്റ് ആയിരുന്നു. ഒരു ലോങ് ജേർണി ആയിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ നടന്നു. കുറെ നാള് ബ്രേക്ക് ആയി. പിന്നെ കുറെ നാൾ ഡെയിലി വ്ളോഗ് ട്രൈ ചെയ്തു, ട്രാവൽ ചെയ്തു, കുറെ പ്രാങ്ക് ചലഞ്ചസ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തു. ഞാൻ സൗണ്ട് ഓഫ് ആക്കാം, പക്ഷെ ഇത് നോക്ക്. വാവ്, ഞാനല്ലേ അത്. വേറെന്താ പിള്ളേരെ എഡിറ്റ് ചെയ്ത് വരുന്ന ഇത് സംഭവം എന്ന് വെച്ചാല് ശ്രീഹരി ഒരു ട്രെൻഡ് തുടങ്ങി. ഓരോ വ്ളോഗിലും ഇല്ലേ ഓനിതാ ഇങ്ങനെയാക്കിയില്ലേ എന്നെ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. എന്നിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയില് ഓനെ മാത്രല്ല എന്നെ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞാൻ ആക്കി പിള്ളേരെ എഡിറ്റ് ചെയ്തിടാൻ തുടങ്ങി. ഗൈസ് താങ്ക് യു സോ മച്ച്. എന്നെ മെൻഷൻ ചെയ്തിടാ, ഞാനത് റീപോസ്റ്റ് ചെയ്യും കേട്ടാ. നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ മതി, അല്ലാണ്ട് അതിനായിട്ട് സമയം കളയണ്ട. ആക്കുന്നുണ്ടെങ്കിൽ മാത്രം. കിടലാണ് അടിപൊളി. താങ്ക് യു സോ മച്ച്. റോബേട്ടൻ പക്ഷെ കാണില്ല. റോബേട്ടന് ഈ ക്ഷമയില്ല. അതുകൊണ്ട് ഇന്നേ വരെ എന്റെ വ്ളോഗ് കണ്ടില്ല. ഒരു വ്ളോഗ് എടുക്കും എന്നിട്ട് സ്കിപ്പ് അടിച്ചു വിടും. എന്നിട്ട് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ആരെങ്കിലും തെറി വരുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അടിയാക്കും. അതാ റോബേട്ടന്റെ എന്റർടൈൻമെന്റ്. ഒരുത്തർ അടിയാക്കാൻ വരുന്നുണ്ട്. അവര് പൂട്ടാ അതെ ലൈക്ക് എപ്പോ ഉണ്ടാവും, സപ്പോർട്ട് സെറ്റാവും. ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് നമുക്ക് പോയിട്ട് ചിക്കൻ എടുക്കാം. ഉണ്ടോ ഗൈസ്? ഇതാണ് ചിക്കൻ ഗൈസ്. നമ്മൾ സ്ഥിരം എടുക്കുന്ന സാധനം ടോപ്പ ചിക്കോ സോഡ ഇന്നില്ല കേട്ടോ. അത് കാരണം കമന്റിൽ പറഞ്ഞ് എല്ലാ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ എന്തോ വിഷയമാവും. അതുകൊണ്ട് ഞാൻ നിർത്തി. അതുകൊണ്ടല്ല, മടുത്തു കേട്ടാ. എപ്പോൾ അതിന്റെ കുടിച്ച് മടുത്തു. എനിക്ക് പാല ഇഷ്ടമല്ല മച്ചാനെ. കമോൺ ലെറ്റ്സ് ഗോ. ഗൈസ് ഇതാണ്ട സ്ട്രഗിൾ ചെയ്യുന്നു പാവം.
ഒരു എന്തോ തേനീച്ചാന്ന് തോന്നുന്നു സ്ട്രഗിൾ ഞാൻ തിരിച്ചിടാൻ നോക്കി, പക്ഷെ അത് കുത്തിയാലോ ഞാൻ ഞൊട്ടി കളഞ്ഞു. വയലൻസാ രാവിലെ തന്നെ. വണ്ടരം മാനസികമായിട്ട് പീഡിപ്പിക്കാം. വാവ് കിട്ടില്ല. Later that same evening. നമസ്കാരം. ലഞ്ചല്ല, ഇവിടെ 2 ഷോപ്പുണ്ട്. 2 കോയ. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പണി കഴിഞ്ഞു. ഇനിയിപ്പോ അപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് കുറച്ചും കൂടി നോക്കാണ്ട് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പുറത്തെ സ്ഥലം കുറച്ചും കൂടി അടിപൊളിയല്ലേ? അത് അടിപൊളി അത് നൈസാണ്. നമുക്ക് വെയിലിങ്ങനെ കുറച്ച് കൂടുന്നു തോന്നുമ്പോൾ കാറിൽ വന്നിരിക്കാം. ഇവിടുത്തെ പോലെയല്ല, ഇവിടെ കാർ പാർക്ക് ചെയ്ത് കുറെ നടന്നു പോകണം, ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയത്. ഇപ്പൊ സമയം ഏകദേശം അല്ല 10:20 കേട്ടാ. 12 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ച് എടുക്കും. ഇന്ന് ചിപ്പോട്ടില്ല, എന്താ ചിപ്പോട്ടില്ല, നമുക്ക് സബ്ബേക്ക് ഇന്നൊരു മാറ്റൂലേ. നീ ഉറങ്ങുന്ന അവിടെ കാറ് പോയിരിക്കും. ഇവിടെ പലകര വില ഉറങ്ങുവാ അവൻ കിടന്ന് ഉറങ്ങുന്നട്ടാ. ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന ഇങ്ങനെ കാണുന്നല്ലോ, ഒരു കാല് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ടീച്ചർ അച്ചക്ക തലയടിച്ച് വിടാ നോക്കുമ്പോട്ട് എനിക്കങ്ങനെ ഉറങ്ങാൻ ഇന്ന സ്ഥലമൊന്നും വേണമെന്നില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ സെറ്റാ. എനിക്കെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് ഒരു സമയം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ഡീപ്പായിട്ട് ഉറങ്ങും. അത് സെറ്റ് പവർ നാപ്പിന്റെ അങ്ങേയറ്റം. എന്നിട്ട് ഞാൻ എണീക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. ഒരു ദിവസം ഉണ്ട് 15 മിനിറ്റ് ഉറങ്ങുന്നുണ്ട്, 15 മിനിറ്റ് ടൈം വെച്ച് ഉറങ്ങുന്നു. അതെ, 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ആവിയൊക്കെ എന്നിട്ട് 15 മിനിറ്റ് ആയി അലാറം അടിക്കുമ്പോൾ ഞാൻ എണീക്കും. ഫുള്ളി റീചാർജ്, ഫുള്ളായി, ബാറ്ററി ഫുള്ളായി. പിന്നെ എനിക്ക് 1 മണിക്കൂറൊക്കെ എടുക്കും ഉറങ്ങണമെങ്കിൽ. രാവിലെ ഇല്ലേ 3:45 ഞാൻ അലാറം വെക്കും. 3:45 അലാറം അടിക്കുന്നതിന് വേണ്ടി ഞാൻ എണീറ്റത് ഓഫ് ആക്കും. എനിക്ക് അലാറം അടിക്കുന്ന ഇഷ്ടമല്ല. കഴിവന്നല്ലേ ഞാൻ. സബ്വേ നമ്മൾ പറഞ്ഞു ഇടിച്ച് പൊളിച്ച് ഞാനിത് പുതിയ സാധനം ട്രൈ ചെയ്തേട്ടാ. എന്നാ ഹോട്ട് ഹണി ചിക്കനാ. ഞാൻ ഇന്നവരെ ഇത് ട്രൈ ചെയ്തില്ല. ഒരു മനസ്സിലാവുന്നില്ല. സ്റ്റേക്കും ചീസും അടിപൊളിയാണ്. അധികം പച്ചക്കറി ഒന്നും ഇട്ടില്ല അല്ലേ? ഞാൻ ലോഡഡ് വിത്ത് പച്ചക്കറിയാ. പാശു എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനൊരു ക്രൈം ചെയ്തു. ഇത് വെള്ളം മാത്രം എടുക്കാനുള്ള ഗ്ലാസ്സാണ്. ഞാൻ എന്നാ പെപ്സി എടുത്ത് ശ്രീരാഗേ GST കാര് പിടിക്കുക. അങ്ങോട്ട് പോയാൽ അവർ കാണും. ഞാനും പ്രസാദും കൂടി വേറൊരു തീരുമാനം എടുത്തു. ഡിസിപ്ലിനിലേക്ക്, അതായത് പ്രൊഡക്റ്റീവ് ഡേയിലേക്ക് ഒരു സാധനം കൂടി, സൺസ്ക്രീൻ. കറുത്ത് പണ്ടാരുടെ കേട്ടാ. അപ്പൊ ഞാനും പ്രസാദിനും നാളെ തൊട്ട് സൺസ്ക്രീൻ ഇടും. താടിയും നെറ്റിയല്ലോ ഒരേ കളറ്. ശരിയാ. ഒരു വെയിലല്ലേ, ഈ വെയിലിൽ തന്നെ നിന്നിങ്ങനെ പണിയല്ലേ. പണി എന്ന് വെച്ചാൽ വലിയ ഹെവി പണിയൊന്നുമില്ല, ചെയ്യുന്നത് ഫുള്ള് വെയിലത്താ. ഇനി സ്കിൻ കെയർ ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഒരു വണ്ടി പോയി കത്തിച്ച് വിടുവാപ്പാ. ഒരു ടയർ ഇത് കൊള്ളാട്ടോ മച്ചാനെ, കിടീല്. സ്വാഭാവികം. Later that same evening. ഗൈസ് നമസ്കാരം. കുറച്ച് ഡിഫറെന്റ് അല്ലേ ഞാൻ? അതെന്താ അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുപ്പിച്ചത്? പ്രസാദിനുണ്ട്, നമ്മളെ പ്രസാദിനുണ്ട്, നമ്മളെ ഫിലിപ്പ് ആണ് കേട്ടാ. പിന്നെ റോബി ഏട്ടൻ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോ തെറിവിളി കേൾക്കും, ഉറപ്പാണേ. കാരണം നേരത്തെ എത്തി. അത് പച്ചക്ക് പറയും, വ്ളോഗ് എടുക്കുവാനൊന്നും നോക്കൂല, അത് അങ്ങനെ പറയും. പിന്നെ ഞാൻ കുറച്ച് താടി ട്രിം ചെയ്തു, അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടി വരാ മറ്റേ മുടി വെച്ച ഓർക്കണ്ടോ? എത്ര ഫാൻസ് ഉണ്ടായിരുന്നു നേരം. പിന്നെ ആദ്യം അവര് ഹേറ്റ് ചെയ്യും, പിന്നെ അവര് മോക്ക് ചെയ്യും. അല്ല സത്യം പറയട്ടെ, ഇപ്പൊ അത്ര മുടിയില്ല കേരള. ഞാൻ ഇപ്പൊ മുടിയെല്ലാം പോയി തുടങ്ങി. അവിടെ ഞാൻ ബസ്കറ്റ് അടിച്ചു. ഫിലിയിൽ പോകുന്നു പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ മാറി. കാരണം എന്താ പറയുക, റോബേണിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം, ഞാൻ മന്തി കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും പ്ലാൻ മാറ്റി മന്തി കഴിക്കാൻ വന്നിട്ടുള്ളത് ഹാൻഡ്രമൗണ്ട് റെസ്റ്റോറന്റ് കേട്ടോ. കിട്ടലും മന്തി നാട്ടിൽ കിട്ടുന്ന അത്ര സെറ്റപ്പ് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചേട്ടാ ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്ക്. ഒന്ന് എന്റെ ശത്രുവിന്റെ സമയം കൊടുക്കാനും ഒന്ന് എന്റെ സമയം നോക്കാണ്ട. രണ്ടും വർക്കില്ല. അവിടെ വെച്ചോ, ശത്രു ഉറങ്ങുന്നവരെങ്കിലും. മന്തി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇവിടെ സൈഡായിട്ടാണ് മന്തി കഴിച്ചിട്ട്. ചായ കുടിക്കാൻ പറഞ്ഞു, ഇവിടെ താമസിക്കുന്നവരോട് ഞാൻ ചായ കുടിക്കാൻ പോയി. അല്ല ചായ മന്തി കഴിക്കാൻ വന്നു. എന്താ ഇവിടെ ഒരാൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് പോവാം. ആ കാര്യം പറഞ്ഞ പുള്ളി 9:30 പോവാം. സമയത്രേ 8:48. അപ്പൊ 9 മണി 9 കാലം പോയിട്ട് ഇറങ്ങിയാലും ചായ ഇവിടുന്ന് കുടിക്കാൻ സമയം നമുക്കുണ്ട്. ബോൾഡ് സ്പോട്ട് ആണല്ലോ ഇവിടെ. ഇവിടെ മുടിയില്ലല്ലോ. അത് പണ്ട് അച്ഛൻ വെട്ടിയതാണ്. അല്ല പണ്ടച്ഛൻ ഓർമ്മയില്ലേ, ഇംഗ്ലീഷ് സൈഡിൽ നിന്ന് ഈ മറ്റേ ഇത് മുടി വെട്ടിയത് ഓർമ്മയില്ലേ? നന്നായിട്ട് സംഭവം ഇവിടുന്ന് വന്നിട്ട് ഇവിടെ താപ്പോട്ടുണ്ട്.
അത് സ്റ്റൈലാണ് കെനാലാ പറയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വിട്ടത് ഇവിടുത്തെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അല്ലേ കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഒറ്റ പോകട്ടെ. ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങനെ കേട്ട് നെറ്റ് കയറിപ്പോ ഈ സൈഡിൽ ഒരു സൈഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യോ അന്നൊക്കെ പോയിട്ടുണ്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എനിക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കയറൂടാ. ഈ പണ്ടാരപ്പള്ളി ഡെന്റിസ്റ്റ് കാണുന്ന സമയം ജോക്കല്ല ഇൻസൾട്ടാ. എന്താ എടാ മുയലിന്റെ പല്ല രണ്ടിന് താഴ്ന്നിട്ടുണ്ട്. ഇല്ല ഞാൻ ഓക്കെ ആണേ പൈസ തരട്ടെ എന്നാലും ലുക്ക് മാറും. ഈ മന്തിക്ക് എന്തോ വ്യത്യാസമില്ലേ കുറച്ചും കൂടി ഗ്രേവി ആയ വേണോ ഒന്നിങ്ങോട്ട് അല്ല അതിന്റെ മേലെ ഇതിന്റെ സൈഡ് എല്ലാം എടുത്തോ ചിക്കൻ കൂടി എടുക്ക് ചേട്ടാ കഴിക്ക് കഴിക്ക്. ഞങ്ങളോട് വേറെ ആരും ഞാൻ തന്നെ ഒരു രണ്ട് ആള് വരുമല്ലോ. രണ്ടു പോയോ കാലി കാലി കുറച്ച് കാലി ഇത് തീരെ കഴിച്ചില്ല മീറ്റ് മാത്രം കഴിച്ചു. ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള അവര്. അത് ശരിയാ പക്ഷെ റൈസ് കഴിച്ചില്ല. നീ പറഞ്ഞ മോശമായിപ്പോട്ടോ മോശം പറയാൻ പാടില്ല. ബോഡി ഷേമിങ് വെച്ചാണ് അതാ ബ്രോ വീണ്ടും ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. 18-ാം പടിയാ ഇതെന്റെ ഗ്രോത്ത് ചിന്തന്റെ ഗ്രോത്ത് എന്റെ ഗ്രാഫാ ഇത്. എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ വണ്ടി ഓർമ്മയുണ്ടോ പണ്ട് വ്ളോഗിലൊക്കെ ഉണ്ടായ വണ്ടിയാണ്. സ്റ്റാർട്ടാക്കാൻ വെച്ചാണേ നമ്മുടെ ഫിലിപ്പ് പോകണ്ടേ നീ പോണ്ടോ? സമയം 9:15 കാമണിക്കൂറുണ്ട്. ഗ്രൂപ്പിൽ വന്ന് സാധനം ഇന്നത്തേക്കില്ലായില്ലേ? നിങ്ങൾ ഹാപ്പി ആയില്ലേ? ഇവൻ എന്തൊക്കെ അയച്ചിരുന്നു നോക്കി മച്ചാനെ. ഈ ഫോട്ടോ എന്തൊക്കെ അയച്ചിരുന്നൊക്കെ എവിടെ നിന്ന് കിട്ടണത്? ബ്രെയിൻ റോട്ട് ബ്രോ എനക്കിവിടെ നിന്നാ ശരിയാവില്ല. എനക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയല്ലേ. അപ്പൊ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നാ ഇവര് ഡ്രാഗ് ചെയ്യും. എന്റെ ഹെയർ ലൈൻ കുറച്ച് ഇട്ടപ്പാന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്നും ശരിയാവില്ല. ഇവരുടെ കൂടെ നിന്നാൽ ശരിയാവില്ല. ഞാനും ബ്രെയിൻ റോട്ടായി പോകും. നൈസ്. ഞാൻ ഒരു ചായ ഫാനല്ല, ചായ ലവറല്ല ഞാൻ. ഇതാണ് ഫില്ല് കേട്ടാ. ഇവിടെ പിന്നെ എന്താ പറയാ ചെറിയ ചെറിയ പിസ്സ, സാൻഡ്വിച്ച്, ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ചിരിക്കാൻ കാരണം വെച്ചാല് ഞാൻ വിളിക്കേ ഞാൻ എന്നെ തന്നെ ട്രോള് ഞാൻ കൊല്ലും. ഞാൻ കണ്ടേ പേര് ശ്രദ്ധിക്ക് ശ്രീരാഗ് മോട്ടിവേഷൻ. നിങ്ങളിത് കേട്ടിട്ടെ പണ്ടത്തെ ID കാർഡിനാണ്ട് വേണ്ടി എടുത്ത് ഫോട്ടോ അത് ചിരിച്ച് നിങ്ങൾ ചാവും. പോലീസ് കാലം ഫോട്ടോ കേട്ടിട്ട് ഇതെന്താ ബ്രോ? അയ്യോ ഇതുണ്ട് ഞാനാ ഐസ്ക്രീം മുഞ്ചിരിക്ക ബ്രോ. ഹനുമാനാ ട്രോള് കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങലായി. റോബേന്റെ പോകണം, നമുക്കും പോകണം. നാളെ രാവിലെ ജോലിയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക. ഇതുപോലെ ഫ്രണ്ട്സൊക്കെ കൂടി ചിരിച്ച് കളിച്ച് തമാശയായിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആവുക. പീസ് പീസ്. അപ്പോൾ വേറെ നിങ്ങൾക്ക് പറയാനില്ല. നാളത്തെ വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കുറേ ചിരിച്ചു. ഓക്കെ, പീസ്.